റോഡ് മാപ്പ് ടു സക്സസിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നാം 10 കോർ സ്റ്റെപ്പിലെ 2ഉം 3ഉം സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും തയ്യാറെടുപ്പ് വളരെ അത്യാവശ്യമാണ്. ജീവിതയാത്രയിൽ നമുക്ക് എങ്ങോട്ടാണ് എത്തേണ്ടത് എന്ന് ഡിഫൈൻ യുവർ ഡ്രീംസ് എന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നിർവചിച്ചിട്ടുണ്ടായിരുന്നു. ആ യാത്രയ്ക്ക് അനുസൃതമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് 2ഉം 3ഉം സ്റ്റെപ്പുകളിൽ നാം സംസാരിക്കുന്നത്. തയ്യാറെടുപ്പുകളില്ലാതെ ഒരു യാത്രയും എൻജോയബിൾ ആയിട്ട് മാറുന്നുണ്ടാവില്ല. സെക്കൻഡ് സ്റ്റെപ്പ് ബുക്സ്, CEP ആൻഡ് മീറ്റിംഗ്സ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് 100% പ്രൊഡക്റ്റ് യൂസ്. ലോകത്തിലെ എന്ത് കാര്യത്തിലും എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തിയുടെ ചിന്തകൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ നേരിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു വ്യക്തി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അദ്ദേഹം എന്ത് കണ്ടു, എന്ത് കേട്ടു, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പുറത്തു വരുന്ന ഒരു കാര്യമാണ്. സോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഹൈ ലെവലിലുള്ള പെർഫോമൻസ് പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ പെർഫോമൻസ് ആണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുന്നതിലേക്ക് നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കുക. നമ്മുടെ ക്യാരക്ടറുകൾ ബിൽഡ് ചെയ്യാനും സ്കില്ലുകൾ ബിൽഡ് ചെയ്യാനും സപ്പോർട്ടീവായിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ വിന്നിംഗ് ടീം നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ്. ഇത്തരത്തിൽ നിരവധി പുസ്തകങ്ങൾ വിന്നിംഗ് ടീം നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഈ പുസ്തകങ്ങൾ നിരന്തരമായിട്ട് വായിച്ചുകൊണ്ടേയിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത് നമ്മളുടെ മൈൻഡ് സെറ്റ് എന്നും ഹൈ പോസിറ്റീവ് ലെവലിൽ നിലനിർത്താൻ സപ്പോർട്ടീവായിട്ട് മാറുന്നുണ്ടായിരിക്കും. ദെൻ CEP. വിന്നിംഗ് ടീം ആപ്പിൽ നിരവധി ലാംഗ്വേജുകളിൽ നമുക്ക് CEP പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഓൺലൈനായിട്ടും മറ്റും നടക്കുന്ന CEP ക്ലബ്ബുകളിലൂടെ നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുന്നതാണ്. സോ ഇത് നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും എല്ലാ ദിവസവും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. CEP ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ഹൈലി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന നിരവധി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ടായിരിക്കും. ദെൻ മീറ്റിംഗ്സ്. നമുക്ക് പലതരത്തിലുള്ള മീറ്റിംഗ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് CEO മീറ്റിംഗ് തന്നെയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത ടൗണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത DLCPയിലോ നടക്കുന്ന CEO മീറ്റിംഗ്, ആ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വിജയിച്ച നിരവധി വ്യക്തികളെ നിങ്ങൾക്ക് അവിടെ കാണാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സക്സസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉയർത്തുന്നതിനും സപ്പോർട്ടീവായിട്ട് മാറുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ടൗണിൽ CEO മീറ്റിംഗ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ CEO മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വിന്നിംഗ് ടീമിനെ ഇൻഫോം ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ലീഡേഴ്സ് കൂടെ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹൈ മോഡിലേക്ക് എംപവർ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ വളരെ ഹൈ ലെവലിലായിരിക്കും. അത് നിങ്ങളുടെ പ്രവർത്തനം ഹൈ എക്സൈറ്റ്മെന്റ് മോഡിൽ ചെയ്യുന്നതിന് സപ്പോർട്ടീവായിട്ട് മാറുന്നുണ്ടായിരിക്കും. എക്സൈറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന എല്ലാ ലീഡേഴ്സും അവർ നിരന്തരമായിട്ട് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നവരാണ്. മീറ്റിംഗിനെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഹോം ബേസ്ഡ് ആയിട്ട് നടക്കുന്ന ഹോം മീറ്റിംഗ് ആൻഡ് പേസ് മീറ്റിംഗ് നിങ്ങളുടെ ടീമിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തുക. തേർഡ് സ്റ്റെപ്പ് 100% പ്രൊഡക്റ്റ് യൂസ്. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് ആണ്. ഈ പ്രൊഡക്റ്റുകൾ നിരന്തരമായിട്ട് വിപണനം ചെയ്യുന്നതിന്റെ റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്ന ഇൻകം. നിങ്ങൾ എത്രമാത്രം പ്രൊഡക്റ്റുകളിൽ കൺവിൻസ്ഡ് ആണ്, എത്രമാത്രം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ടീമിൽ വരുന്ന വ്യക്തികൾ പ്രൊഡക്റ്റുകൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ മറ്റൊരു നെഗറ്റീവ് ബ്രാൻഡ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ ടീമിൽ അവരും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്നതിന് കാരണമായിട്ട് തീരുന്നുണ്ടായിരിക്കും. വെസ്റ്റേജ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും വെസ്റ്റേജ് മാനുഫാക്ചർ ചെയ്യുന്നവയാണ് എങ്കിൽ ഇത് തന്നെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ദെൻ ക്രിയേറ്റ് 5 to 10 കസ്റ്റമേഴ്സ്. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു സർട്ടൺ ലെവൽ PV മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. റെക്കമെൻഡഡ് പേഴ്സണൽ PV പെർ പേഴ്സൺ ഒരു മാസം 150 PV ആണ് വിന്നിംഗ് ടീം റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 5-10 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യുക. പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിനെ കുറിച്ച്, ഉപയോഗിച്ച എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് തീരുക എന്നുള്ളത് അവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ അവർ റിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എപ്പോഴും എന്ത് കാര്യത്തിലും സ്റ്റോറീസ് ആണ് സെല് ചെയ്യപ്പെടുക. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് നിങ്ങളുടെ സ്റ്റോറി എന്താണ് ആ പ്രൊഡക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അത് ഷെയർ ചെയ്യുക. സോ 5 to 10 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. റെഗുലർ ആയിട്ട് 150 PV മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ ദിവസവും ഒരു പ്രൊഡക്റ്റ് എങ്കിലും മിനിമം പുതിയതായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുക. പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാം പ്രയോറിറ്റൈസ് ചെയ്യുക.
ഓക്കെ, ജീവിതയാത്രയിൽ വലിയ സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ച നമ്മൾ ഹൈ പവറോടുകൂടി മാറുന്നതിന് 2-3 സ്റ്റെപ്പുകൾ നിരന്തരമായിട്ട് ചെയ്യുന്നത് സപ്പോർട്ടീവായിട്ട് മാറുന്നുണ്ടായിരിക്കും. സോ ഡോണ്ട് മിസ് എനി പ്രോഗ്രാംസ്. CEO മീറ്റിംഗ് ആവട്ടെ, CEP മീറ്റിംഗുകളാവട്ടെ, ഓൺലൈനിൽ നടക്കുന്ന മറ്റ് ഇവന്റ്സ് ആവട്ടെ, എല്ലാം തന്നെ നമുക്ക് നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ദിവസവും മിനിമം ഒരു 5 മിനിറ്റെങ്കിലും റീഡിങ്ങിന് വേണ്ടി മാറ്റിവെക്കുക. ദെൻ പ്രൊഡക്റ്റുകളുടെ ഏറ്റവും വലിയ അംബാസഡർ ആയിട്ട് മാറുക. പ്രൊഡക്റ്റുകളെ കുറിച്ച് ആവേശത്തോടുകൂടെ സംസാരിക്കുക. വലിയ സ്വപ്നങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്.